ഹലോ എവരിവൺ, CFA മാസ്റ്ററി മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ CFA ലെവൽ 1 എക്സാം രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ്. കഴിഞ്ഞ വീഡിയോയിലെ കമൻസിലൂടെയാണ് ഈ ടോപ്പിക്കിനെ പറ്റി വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിച്ചതിന് വളരെയധികം നന്ദി. CFA ലെവൽ 1 എക്സാം രജിസ്ട്രേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രജിസ്ട്രേഷൻ ആണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നത്, ഭയങ്കര ടഫാണ്, ഭയങ്കര കോംപ്ലക്സ് ആണ് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്നൊക്കെ. പക്ഷേ ഇത് കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമായിരുന്നു. നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷനും ഇതുപോലെ സിമ്പിളും ഈസി ആയിട്ട് കംപ്ലീറ്റ് ആവാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, CFA ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന CFA ലെവൽ 1 എക്സാമിന്റെ എൻട്രി റിക്വയർമെന്റ്സ് അത് മീറ്റ് ചെയ്യുക. അതുപോലെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ പാസ്പോർട്ട് ഉണ്ടായിരിക്കുക. ഈ എൻട്രി റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് അത് നോക്കാം. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ പാസ്പോർട്ട്. അത് എക്സാം രജിസ്ട്രേഷൻ മുതൽ എക്സാം എഴുതുന്നത് വരെ നിങ്ങളുടെ പാസ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രജിസ്ട്രേഷന്റെ സമയത്ത് പാസ്പോർട്ടിലെ ഡീറ്റെയിൽസ് വളരെ കറക്റ്റ് ആയിട്ട് തെറ്റിക്കാതെ എൻ്റർ ചെയ്യണം. അതുപോലെ തന്നെ എക്സാം ഡേയിൽ നമ്മുടെ +2, +1 എക്സാമിനും ഡിഗ്രി എക്സാമിനും ഒക്കെ നമുക്ക് എക്സാം ഹോളിൽ കയറുമ്പോൾ ഹോൾ ടിക്കറ്റ് ഉണ്ട്. CFAയുടെ എക്സാമിന് ഈ പാസ്പോർട്ടാണ് ഹോൾ ടിക്കറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ വെരിഫൈ ചെയ്യുന്നതും ക്രോസ് ചെക്ക് ചെയ്യുന്നതും നമ്മുടെ പാസ്പോർട്ട് വെച്ചിട്ടാണ്. അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തിട്ടും വെരിഫൈ ചെയ്തിട്ടുമാണ് നമ്മളെ എക്സാം ഹോളിലോട്ട് കയറ്റുന്നത്. സോ CFA എക്സാമിന് പാസ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നേരെ രജിസ്ട്രേഷനിലേക്ക് പോകാം. CFA ലെവൽ 1 എക്സാം രജിസ്ട്രേഷൻ നമ്മൾ ഫസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് CFA ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് സെർച്ച് ചെയ്യാം. സോ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കുറെ സെർച്ച് റിസൾട്ട്സ് വരുന്നതായിരിക്കും. അതിൽ CFA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകുന്ന സെർച്ച് റിസൾട്ടിൽ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് CFA ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ കിടപ്പുണ്ട്. അത് ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകുന്ന ലിങ്ക് തന്നെയാണ്. അപ്പം അതേ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഇന്റർഫേസ് കാണിക്കുന്നത്. വെബ്സൈറ്റിന്റെ രജിസ്റ്റർ ഏർലി ടു സേവ് $300 എന്നൊക്കെ. ഇത് ആക്ച്വലി നവംബർ 2025 CFA ലെവൽ 1 എക്സാം രജിസ്ട്രേഷനെ പറ്റിയാണ് പറയുന്നത്. ഇത് ഏർലി ബേർഡ് രജിസ്ട്രേഷൻ ആണ്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ താഴെ തന്നെ രജിസ്റ്റർ നൗ എന്നും കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് CFA ലെവൽ 1 എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം CFA ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. സോ ഇവിടെ ടോപ്പ് റൈറ്റ് കോർണറിൽ തന്നെ സൈൻ ഇൻ ഓർ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ സൈൻ ഇൻ ചെയ്യുക, അല്ലെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് ചെയ്യുക. ഞാനിവിടെ ക്രിയേറ്റ് അക്കൗണ്ട് മുതലാണ് കാണിക്കുന്നത്. സോ ദാറ്റ് ഇത് ഒരു പുതിയ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഇവിടെ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് സാധാരണ സോഷ്യൽ മീഡിയാസിലൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളൂ. നമ്മൾ ആദ്യം ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുക, അതിനുശേഷം കൺസെന്റ് ബോക്സും ടിക്ക് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ ഞെക്കുക. അത് കഴിയുമ്പം അവർ കാണിക്കുന്നത് ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മൾ എൻ്റർ ചെയ്ത ഇമെയിൽ അഡ്രസ്സിലോട്ട് അവർ അയക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ സെൻഡ് വെരിഫിക്കേഷൻ കോഡ് ഞെക്കുക. അതിനുശേഷം ഒരു 2-3 സെക്കൻഡിന് ശേഷം അവർ വെരിഫിക്കേഷൻ കോഡ് ആ ഇമെയിൽ ID-യിലേക്ക് അയക്കും. അപ്പോഴിങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇവിടെ നമ്മൾ വെരിഫിക്കേഷൻ കോഡ് അയച്ച വെരിഫിക്കേഷൻ കോഡ് നമ്മളിവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വെരിഫൈ ഇമെയിൽ തന്നെ താഴെ ഓപ്ഷൻ ഉണ്ട്, അത് അപ്പോൾ തന്നെ ഇമെയിൽ വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി അതിന് താഴെയുള്ള കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഇന്റർഫേസ് കാണും. ഇവിടെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓൾറെഡി നമ്മുടെ ഇമെയിൽ വെരിഫൈഡ് ആയി. ഇനിയും ഒരു പാസ്വേഡും യൂസർ നെയിമും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ പാസ്വേഡ് അടിക്കുന്നത് മണ്ടയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻസ് നോക്കി തന്നെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഇമെയിൽ ID തന്നെ പാസ്വേഡ് ആക്കാതിരിക്കുക, ചിലപ്പോൾ റിജക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ വേറെ എന്തെങ്കിലും പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, അതിൽ നമ്പേഴ്സും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ആഡ് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം സെക്ഷനാണ്. അവിടെ നിങ്ങളുടെ നെയിം പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്യുക. ഞാനിവിടെ ജിം സിമൺസ് എന്ന പേരാണ് ചുമ്മാ എൻ്റർ ചെയ്യുന്നത്. സോ അതിനുശേഷം നമ്മളൊന്നുകൂടെ നോക്കിയിട്ട് കൃത്യമായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ താഴെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് അക്കൗണ്ട് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. സോ അവിടെ നമ്മൾ കണ്ടിന്യൂ നോക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ വന്ന ആ ഒരു ഇന്റർഫേസിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കാണാം, റൈറ്റ് ടോപ്പ് കോർണറിൽ JS ഇപ്പം എൻ്റെ ഇവിടെ കാണാം. അത് ആക്ച്വലി എൻ്റെ ജിം സിമൺസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിന്റെ ഷോർട്ട് ഫോം ആയിട്ട് കാണിക്കുകയാണ്. നിങ്ങളിപ്പം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ പേരിൽ അപ്പം അവിടെ ഷോർട്ട് ഫോം ആയിട്ട് അവിടെ കാണിക്കും. സോ അതിനർത്ഥം നിങ്ങളുടെ പേരിൽ അക്കൗണ്ട് ക്രിയേറ്റഡ് ആയി എന്നാണ്. ഇനി നമുക്ക് സ്ട്രെയിറ്റ് എക്സാം രജിസ്ട്രേഷനിലേക്ക് തന്നെ പോകാം. മണ്ടയ്ക്ക് പ്രോഗ്രാംസ് എന്നൊരു ഐക്കൺ നമുക്ക് കാണാം. അത് സെലക്ട് ചെയ്യുമ്പോൾ CFA പ്രോഗ്രാം, അതർ പ്രോഗ്രാംസ്, ലേണിംഗ് പാത്സ്, പ്രോഗ്രാം സപ്പോർട്ട് എന്നീ 4 ഹെഡിങ്സും അതിനോടനുബന്ധിച്ചുള്ള ഡീറ്റെയിൽസും അതിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ തന്നെ CFA പ്രോഗ്രാമിനെ പറ്റിയും അതിന്റെ ഫുൾ ഡീറ്റെയിൽസും താഴെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ CFA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫർ ചെയ്യുന്ന ബാക്കി പല കോഴ്സസിന്റെയും ഡീറ്റെയിൽസും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ CFA പ്രോഗ്രാമിന്റെ ഏറ്റവും ലാസ്റ്റിലുള്ള എൻറോൾ ആൻഡ് രജിസ്റ്റർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം.
ഇപ്പോൾ CFA പ്രോഗ്രാം രജിസ്ട്രേഷൻ വിൻഡോ ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇവിടെ 2 അറ്റംപ്റ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓഗസ്റ്റ് 2025 ലെവൽ 1 എക്സാമും നവംബർ 2025 ലെവൽ 1 എക്സാമും. ഈ 2 എക്സാമിന്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. നമുക്കിപ്പോൾ ഓഗസ്റ്റ് 2025 ലെവൽ 1 എക്സാം രജിസ്റ്റർ ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റഡി പാക്കേജ് സെലക്ഷൻ ആണ്. ഈ സ്റ്റഡി പാക്കേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് CFA ഇൻസ്റ്റിറ്റ്യൂട്ട് അവൈലബിൾ ആക്കി തരുന്ന റിസോഴ്സസിനെ പറ്റിയാണ്. ഇവിടെ 3 പാക്കേജസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് പാക്കേജ്, പ്ലസ് പാക്കേജ് ആൻഡ് പ്രീമിയം പാക്കേജ്. ഈച്ച് പാക്കേജിലും എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് താഴെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡും പ്ലസ് പാക്കേജും തമ്മിൽ യാതൊരു വ്യത്യാസവും സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നത്തില്ല. പക്ഷേ സ്റ്റാൻഡേർഡ് പാക്കേജും പ്രീമിയം പാക്കേജും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പ്രീമിയം പാക്കേജിൽ സ്റ്റാൻഡേർഡ് പാക്കേജിനെക്കാട്ടിലും എക്സ്ട്രാ 5 മോക്ക് എക്സാംസും പിന്നീട് 1000 എക്സ്ട്രാ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ CFA ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നമുക്ക് തരുന്നുണ്ട്. ബട്ട് അതിന് അവർ ചോദിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എക്സ്ട്രാ $299 ആണ്. ആ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് വളരെ വലിയൊരു തുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വേണമെങ്കിൽ പ്രീമിയം പാക്കേജ് എടുത്താൽ ഇതൊക്കെ ജയിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്റെ CFA 90% മാർക്ക് മേടിച്ച് പാസ്സായത് ഒരു പ്രീമിയം പാക്കേജ് എടുത്തിട്ടല്ല. ഞാൻ സ്റ്റാൻഡേർഡ് പാക്കേജ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത്രയും മാർക്കോടെ പാസ്സായത്. അപ്പൊ അതിനർത്ഥം നിങ്ങൾ എടുക്കുന്ന പാക്കേജിലല്ല, നിങ്ങൾ ഇടുന്ന എഫേർട്ടിലാണ് കാര്യം. എന്തായാലും ഞാൻ എങ്ങനെയാണ് CFA ലെവൽ 1 പ്രിപ്പയർ ചെയ്തത് എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് തന്നെ പോകാം. സോ ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് പാക്കേജ് തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ സ്റ്റഡി പാക്കേജും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ആക്ച്വൽ മെയിൻ പാർട്ട് ഓഫ് ദ രജിസ്ട്രേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക എന്നാണ്. പാസ്പോർട്ടിലുള്ള പോലെ കറക്റ്റ് ആയിട്ട് തെറ്റാതെ എൻ്റർ ചെയ്യുക. സോ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ കാണാം എല്ലാ ഫീൽഡിലും ഇവിടെ ടിക്ക് മാർക്കായിട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇത് ആക്ച്വലി ഞാൻ ഈ വീഡിയോ എക്സ്പ്ലനേഷന് വേണ്ടി ചുമ്മാ റാൻഡം ആയിട്ട് കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വെച്ചതാണ്. സോ നിങ്ങളിത് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് സേവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ടിക്ക് മാർക്ക് വരുന്നത്. കാരണം നിങ്ങൾക്ക് ഇപ്പം ടിക്ക് മാർക്ക് കാണത്തില്ല. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ നമുക്കിനി നേരെ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് പോകും. സോ ഫസ്റ്റ് അഡ്രസ് എന്ന പാർട്ടിൽ ഫസ്റ്റ് ചോദിക്കുന്നുണ്ട് കൺട്രി ഓർ റീജിയൻ സെലക്ട് ചെയ്യാൻ. സോ അവിടെ നമ്മൾ കൃത്യമായിട്ട് ഇന്ത്യ തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ താഴെ നിൽക്കുക. ഉടനെ തന്നെ അവർ അഡ്രസ്സ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. സോ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് എൻ്റർ ചെയ്യുക. ഞാനിവിടെ റാൻഡം ആയിട്ട് അഡ്രസ്സ് എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് താഴെ സേവ് ആൻഡ് കണ്ടിന്യൂ നിൽക്കുക. നെക്സ്റ്റ് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ പാർട്ടാണ്. ഇവിടെ നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ് എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ അവർ ഫസ്റ്റ് തന്നെ വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ട്രാവൽ പാസ്പോർട്ടിനെ പറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പാസ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് പോലാണ് ഈ പാസ്പോർട്ട്. നിങ്ങളുടെ പാസ്പോർട്ടിനെ പറ്റിയുള്ള ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് അവർ കൊടുത്തേക്കുന്നത്. ഫോട്ടോ കോപ്പീസ് അലൗഡ് അല്ല, ഒറിജിനൽ ഡോക്യുമെന്റ് തന്നെ ആയിരിക്കണം, അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ്. സോ അതിന് താഴെ തന്നെ നമ്മുടെ നെയിം എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. സോ പാസ്പോർട്ടിലുള്ള പോലെ കൃത്യമായിട്ട് നെയിം എൻ്റർ ചെയ്യുക. ഇവിടെ ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും ഫസ്റ്റ് ഫീൽഡിൽ തന്നെ എഴുതാൻ അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ കോമൺ ആണ് മിഡിൽ നെയിം ഉള്ളത്. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക. സോ അതിന് താഴെ സഫിക്സ് ഉണ്ട്, സഫിക്സ് ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം ജെൻഡർ, പിന്നെ ഫോൺ നമ്പർ, പിന്നെ നെയിം ഓഫ് ദ കൺട്രി ഇഷ്യൂഡ് യുവർ പാസ്പോർട്ട്, അതും കൃത്യമായിട്ട് ഇന്ത്യ എന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് താഴെ സേവ് ആൻഡ് കണ്ടിന്യൂ വെക്കുക. സോ നെക്സ്റ്റ് എൻട്രൻസ് റിക്വയർമെന്റ്. എൻട്രൻസ് റിക്വയർമെന്റിൽ 3 ഓപ്ഷൻസ് ആണുള്ളത്. നിങ്ങൾ ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ, നിങ്ങളിപ്പോൾ സ്റ്റുഡന്റ് ആണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ, അതായത് 23 months ഓർ ഫ്യൂവർ അതിനുള്ളിൽ നിങ്ങളുടെ ഗ്രാജുവേഷൻ തീരും, അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി തീരും എങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ്. അതല്ലെങ്കിൽ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഫുൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. സോ തേർഡ് ഓപ്ഷൻ. സോ ഏതാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് സെലക്ട് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ വെക്കുക. ഞാനിവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി സെലക്ട് ചെയ്തു. സോ ഞാനിവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി സെലക്ട് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് എൻ്റർ ചെയ്യേണ്ടത് പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ നെയിമും അതുപോലെ തന്നെ ഗ്രാജുവേഷൻ മന്ത് ആൻഡ് ഇയറുമാണ്. ആ യൂണിവേഴ്സിറ്റി നെയിം ഞാനിവിടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. സോ ഞാനിവിടെ അത് ടൈപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ മന്ത് ആൻഡ് ഇയർ നമ്മുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളാണെങ്കിൽ മാർക്ക് ലിസ്റ്റിലൊക്കെ ഉള്ള പോലെ കറക്റ്റ് ആയിട്ടുള്ള ഗ്രാജുവേഷൻ മന്ത് കൊടുക്കുക. ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു അറൗണ്ട് നമ്മൾ ഏപ്രിലോ മെയ്യോ എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. അത്ര സീരിയസ് ഒന്നുമില്ല, കറക്റ്റ് മാസമാണെന്നൊന്നും. സോ അത് തെറ്റിക്കാതിരിക്കാത്രേ. സോ അതിനുശേഷം കൃത്യമായിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ വെക്കുക. നമ്മൾ പ്രൊഫഷണൽ ഇൻഫർമേഷൻ കൊടുക്കുക. നിങ്ങൾ എംപ്ലോയിഡ് ആണെങ്കിൽ എംപ്ലോയിഡ് കൊടുക്കുക, സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ അങ്ങനെ, സ്റ്റുഡന്റ് ആണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, അൺഎംപ്ലോയിഡ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക, റിട്ടയർഡ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അത് ഞാനിവിടെ അൺഎംപ്ലോയിഡ് കൊടുത്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ ഒക്കെയാണ്. സോ നെക്സ്റ്റ് പ്രൊഫഷണൽ കണ്ടക്ട് എൻക്വയറി പാർട്ടാണ്. ഇവിടെ പ്രൊഫഷണൽ മിസ്കണ്ടക്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു സെഷനാണ്. നിങ്ങൾ ജോലിപരമായി എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും അൺലോഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കുകയാണ്. സോ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അതെല്ലാം നോ തന്നെ ചെയ്ത് വിടുക. നിങ്ങളെല്ലാം കൃത്യമായിട്ട് വായിച്ചിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുത്ത് ലാസ്റ്റ് സേവ് ആൻഡ് കണ്ടിന്യൂ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകും. സോ നെക്സ്റ്റ് പേഴ്സണൽ ഡേറ്റ കൺസെന്റ് എന്ന പാർട്ടാണ്. ഇവിടെ നമ്മുടെ ഡേറ്റ ഒക്കെ അവരെടുക്കും, അതായത് നമ്മൾ അലോ ചെയ്യുന്ന ഡേറ്റാസ് ഒക്കെ അവരെടുക്കും. അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എക്സാം റെക്കോർഡ് ചെയ്യും, ഇതാണെന്നൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ വായിച്ചിട്ട് കാൻഡിഡേറ്റ് എഗ്രിമെന്റ് അക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ കാൻഡിഡേറ്റ് എഗ്രിമെന്റ് ഫുൾ ഡീറ്റെയിൽസോടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് CFAയുടെ പ്രോസസ്സ്, എക്സാം പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ്, പിന്നെ എന്തെങ്കിലും മിസ്കണ്ടക്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, പിന്നെ വയലേഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയൊക്കെയാണ്. സോ അതൊക്കെ ഇവിടെ ഫുൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടെസ്റ്റ് സെന്റർ ഷെഡ്യൂളിംഗ് ഒക്കെ, ഇനിയും എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ട് പിന്നെ റീഷെഡ്യൂളിംഗ് ഉണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അതിന്റെ റൂൾസ് ഒക്കെ എന്തൊക്കെയാണ്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് പോയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുക, ടിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് ഫുൾ വായിക്കണമെങ്കിൽ സൈഡിൽ തന്നെ ഡൗൺലോഡ് കാൻഡിഡേറ്റ് എഗ്രിമെന്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക. സോ ഇല്ലെങ്കിൽ സേവ് ആൻഡ് കണ്ടിന്യൂ ആക്കി നെക്സ്റ്റ് പോവുക.
സോ നെക്സ്റ്റ് എക്സാം പ്രിപ്പറേഷൻ പ്രൊവൈഡേഴ്സ് പാർട്ടാണ്. ഇവിടെ ഇൻഫർമേഷൻ നമുക്ക് റിസീവ് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഇവിടെ നമ്മൾ കൺസെന്റ് കൊടുക്കുക, യെസ് ഞെക്കുക, സേവ് ആൻഡ് കണ്ടിന്യൂ വെക്കുക. സോ ലാസ്റ്റ് അഡീഷണൽ ക്വസ്റ്റ്യൻസ് പാർട്ടിൽ ഇവിടെ CFA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് നിങ്ങൾ CFA എടുക്കാനുള്ള മോട്ടിവേഷൻ, ആര് എൻകറേജ് ചെയ്തിട്ടാണ്, അങ്ങനെ കുറച്ച് ഒരു ഫീഡ്ബാക്ക് സെഷൻ പോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ രീതിയിൽ ആൻസർ ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ വെക്കുക. സോ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സേവും ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ റിവ്യൂ പാർട്ടിലാണ്. ഇപ്പോൾ നമുക്ക് കാണാം നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ എക്സാം വിൻഡോ സ്റ്റഡി പാക്കേജ് മുതൽ നമ്മുടെ അഡ്രസ്സ് ഫുൾ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക, അവസാനം പ്രൊസീഡ് ടു പേയ്മെന്റ് ഞെക്കാം. ഇപ്പോൾ നമ്മളോട് ഒന്നുകൂടെ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഇമെയിൽ ID പാസ്വേഡും എൻ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്യുക. നമുക്ക് നമ്മുടെ ഫുൾ ബിൽ ഡീറ്റെയിൽസ് കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് CFA പ്രോഗ്രാം ലെവൽ 1 എക്സാം രജിസ്ട്രേഷൻ ആയിട്ട് $1,140 കാണിക്കുന്നുണ്ട്. പിന്നെ പ്രോഗ്രാം എൻറോൾമെന്റിന് ഒരു $350, പിന്നെ $150 ഡിജിറ്റൽ കരിക്കുലം ആൻഡ് സ്റ്റഡി ടൂൾസിന് വേണ്ടി. സോ ടോട്ടൽ $1,640 ആണ് സബ് ടോട്ടൽ ആയിട്ട് ഇപ്പം കാണിക്കുന്നത്. നമുക്ക് കണ്ടിന്യൂ നോക്കാം. സോ ഇപ്പോൾ നമ്മൾ ചെക്കൗട്ട് സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെ കൃത്യമായിട്ട് ഫുൾ ഫീ പേയ്മെന്റ് ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ കണ്ട സബ് ടോട്ടൽ ആയിട്ടുള്ള $1,640 കൂടെ നമ്മുടെ ഇന്ത്യയിലെ GSTയുടെ 18% ടാക്സോടെ കൂട്ടി $295.2 ആണ് നമുക്ക് ടാക്സ് ആയിട്ട് വരുന്നത്. ടോട്ടൽ $1,935.2 ആണ് നമ്മൾ CFA ലെവൽ 1 ഓഗസ്റ്റ് 2025 എക്സാം എഴുതാൻ വേണ്ടി കൊടുക്കേണ്ട തുക. സോ ഇതിന്റെ ടോപ്പിൽ തന്നെ നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള 3 ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡ്, അലിപേ ആൻഡ് വൗച്ചർ. നിങ്ങൾ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ പോലും നമുക്ക് ക്രെഡിറ്റ് കാർഡിന്റെ ഓപ്ഷൻ നമുക്ക് പേ ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഇതുപോലെ കാർഡ് നമ്പർ, എക്സ്പയറേഷൻ ഡേറ്റ്, സെക്യൂരിറ്റി കോഡ് ഇതൊക്കെ എൻ്റർ ചെയ്യാൻ പറയും. ഇത് നിങ്ങൾ ഡെബിറ്റ് കാർഡിന്റെ സെയിം നമ്പേഴ്സ് അങ്ങ് എൻ്റർ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഇന്റർനാഷണൽ പേയ്മെന്റ് എനേബിൾഡ് ആയിരിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് എനേബിൾഡ് ആയിരിക്കില്ല. സോ ബാങ്കിന്റെ ആപ്പിൽ തന്നെ അത് എനേബിൾ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്കുകാരെ വിളിച്ചാൽ മതി, അവരോട് പറഞ്ഞാൽ മതി എനേബിൾ ചെയ്ത് വെക്കാൻ, അവർ ചെയ്തുതരും. അതും അല്ലെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ചിലപ്പം നിങ്ങൾക്ക് SMS ആയിട്ട് വരും, ഇന്റർനാഷണൽ പേയ്മെന്റ് എനേബിൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ബാങ്കിന്റെ സൈഡിൽ നിന്ന് SMS ആയിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ അപ്രൂവ് ചെയ്താൽ മതി, അത് എനേബിൾ ആയിക്കോളും തന്നെ. സോ അത് പക്ഷേ പേയ്മെന്റിന്റെ സമയത്ത് മാത്രമേ അത് അങ്ങനെ വരത്തുള്ളൂ. ഞാൻ ഡെബിറ്റ് കാർഡ് വെച്ച് തന്നെയാണ് ചെയ്തത്. സോ നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയ്യാം, കുഴപ്പമില്ല. സോ ഏത് ഓപ്ഷൻ ആണെന്ന് വെച്ചാൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിന്റെ പേയ്മെന്റ് ഡീറ്റെയിൽസും ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്ത് അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓപ്ഷനായിട്ട് കാണിക്കും. ഒന്ന് ഡൗൺലോഡ് റെസിപ്റ്റും, 2 റിട്ടേൺ ടു ഹോം പേജും. അതിൽ നമ്മൾ ഡൗൺലോഡ് റെസിപ്റ്റ് എടുത്തിട്ട് ആ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. സോ ഇത്രയേ ഉള്ളൂ CFA ലെവൽ 1 എക്സാമിന്റെ മെയിൻ രജിസ്ട്രേഷൻ പ്രോസസ്സ്. ഇനി ഒരു കുഞ്ഞു സ്റ്റെപ്പ് കൂടെ ബാക്കിയുള്ളൂ, അത് ഷെഡ്യൂളിംഗ് യുവർ എക്സാം ആണ്. അതായത് നിങ്ങൾ എന്നാണ് എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നത്, എക്സാം ഡേറ്റും അതുപോലെ തന്നെ നിങ്ങൾ എവിടെ വെച്ചാണ് എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ ടെസ്റ്റ് സെൻറ്ററും. ഇത് രണ്ടോട് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷെഡ്യൂളിംഗ് യുവർ എക്സാം സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഫുൾ പ്രോസസ്സ്. പക്ഷേ എനിക്ക് ആ ഷെഡ്യൂളിംഗ് പ്രോസസ്സ് ഈ വീഡിയോയിൽ കാണിക്കാൻ കഴിയില്ല, കാരണം പേയ്മെൻറ്റ് ചെയ്തവർക്ക് മാത്രമേ ആ വിൻഡോ ഓപ്പൺ ആയി വരികയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ഷെഡ്യൂളിംഗ് പ്രോസസ്സ് അല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം, കാരണം അത് വളരെ സിമ്പിളാണ്. കാരണം മെയിൻ രജിസ്ട്രേഷൻ പ്രോസസ്സും പേയ്മെൻറ്റും എല്ലാം നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ഏറ്റവും ചെറിയ സ്റ്റെപ്പാണ്. അതുകൊണ്ട് തന്നെ അത് ഞാൻ അല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്കിനി എക്സാം ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സാം ഷെഡ്യൂൾ വിൻഡോയിലോട്ട് പോകണം. അതിന് നമ്മൾ ഒന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൗൺലോഡ് റെസിപ്റ്റ്, റിട്ടേൺ ടു ഹോം പേജ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ടല്ലോ. ആ റിട്ടേൺ ടു ഹോം പേജ് ഞെക്കി നമ്മൾ ഹോം പേജിലോട്ട് തിരിച്ചു പോകും. അവിടെ നമ്മൾ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് അവിടെ എൻറോൾമെന്റ് ഓപ്ഷൻ കാണും. എൻറോൾമെന്റ് ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കാണിക്കും ഫസ്റ്റ് തന്നെ നമ്മുടെ എക്സാം രജിസ്റ്റർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിക്കും. അതിന് താഴെ തന്നെ ഷെഡ്യൂൾ യുവർ എക്സാം എന്നും പറഞ്ഞ് ഒരു ഓപ്ഷനും കാണിക്കും. ആ ഷെഡ്യൂൾ യുവർ എക്സാം ഓപ്ഷൻ ഞെക്കി കഴിയുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ഷെഡ്യൂളിംഗ് വിൻഡോയിലോട്ട് പോകും. ഇതല്ലെങ്കിൽ നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് CFAയുടെ ഭാഗത്തു നിന്ന് ഒരു ഇമെയിൽ വരും, കൺഫർമേഷൻ ഇമെയിൽ ആയിട്ട് വരും, പേയ്മെന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇമെയിലിൽ തന്നെ ഷെഡ്യൂൾ യുവർ എക്സാം എന്ന് പറഞ്ഞൊരു ലിങ്ക് ഓൾറെഡി അവർ കാണിക്കും. ആ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്താലും നമുക്ക് സ്ട്രൈറ്റ് എക്സാം ഷെഡ്യൂൾ വിൻഡോയിലോട്ട് പോകാം. സോ നമുക്ക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞ വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. സെർച്ച് അവൈലബിലിറ്റി, ഷെഡ്യൂൾ, കൺഫർമേഷൻ ഓർ റെസിപ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നമ്മൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ എനിക്കൊന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അവർ കാണിക്കും. അതായത് നിങ്ങൾ പാസ്പോർട്ട് കൊണ്ടുവരണം, നിങ്ങൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള കാൽക്കുലേറ്റർ ഉണ്ട്, അത് മാത്രമേ കൊണ്ടുവരാവൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡീറ്റെയിൽസോടെ അവിടെ കാണിക്കും. അതിന് താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ നെക്സ്റ്റ് തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്ന അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ഫീൽഡാണ്. അവിടെ നമ്മുടെ ടെസ്റ്റ് സെന്ററിന്റെ അഡ്രസ്സാണ്. അഡ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേരളന്നോ കൊച്ചിന്നോ നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി. അപ്പം അവിടെ തന്നെ വരും. ഓൾറെഡി നമ്മൾ കൊച്ചി, കേരള എന്ന് കൃത്യമായിട്ട് അവിടെ തന്നെ ഓപ്ഷൻസ് ആയിട്ട് വരും. അപ്പോൾ വന്നു കഴിയുമ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിന് താഴെ തന്നെ സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. 2 ഫീൽഡ് ഉണ്ട്. ആ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും സെയിം ഡേറ്റ് ആയിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എഴുതാൻ പ്ലാൻ ചെയ്യുന്ന ദിവസം കറക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ഡേറ്റിലും എൻഡ് ഡേറ്റിലും അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞൊരു ക്യാപ്ച കാണുമെന്ന് തോന്നുന്നു, അതും ഫില്ല് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ്
സോ അതായത് നമ്മൾ സ്ട്രേറ്റ് വരുന്നത് എക്സാം ഷെഡ്യൂൾ ചെയ്യുകയാണ്, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത ലൊക്കേഷൻ, അതായത് കൊച്ചി, കേരള, അതുപോലെ തന്നെ സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് ഒക്കെ മണ്ടയ്ക്ക് തന്നെ കാണിക്കും. അതിന് തൊട്ട് താഴെ നമ്മുടെ സ്റ്റേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത അഡ്രസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റ് സെന്റേഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കും. ലെഫ്റ്റ് സൈഡിൽ ടെസ്റ്റ് സെന്റേഴ്സിന്റെ പേരും അഡ്രസ്സും, അതിന് താഴെ അതിന്റെ ഡേറ്റും കാണിക്കും. റൈറ്റ് സൈഡിൽ അതിന്റെ മാപ്പും കാണിക്കും. ഇപ്പൊ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ എഴുതിയ സമയം വരെയും എന്റെ അറിവിൽ കേരളത്തിലെ CFAക്ക് ഒറ്റ ടെസ്റ്റ് സെന്ററേ ഉള്ളൂ. അത് നമ്മുടെ കൊച്ചിയിലുള്ള കാക്കനാട് രാജഗിരി ബിസിനസ് സ്കൂളിലാണ്. അപ്പൊ നമ്മൾ ഈ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഒറ്റ ഓപ്ഷനേ അവിടെ കാണിക്കത്തുള്ളൂ, കാക്കനാട് രാജഗിരി ബിസിനസ് സ്കൂളിൽ. സോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിന്റെ ഡേറ്റും താഴെ കാണും, അതും സെലക്ട് ചെയ്യുക. ടൈമും കാണും, അതും സെലക്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾ കൊടുത്ത ഡേറ്റിൽ സീറ്റ് അവൈലബിൾ അല്ലെങ്കിൽ മണ്ടയ്ക്ക് തന്നെ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും ഓപ്ഷൻ ഉണ്ട്. അത് ചേഞ്ച് ചെയ്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡേ സെലക്ട് ചെയ്ത് എക്സാം ഷെഡ്യൂൾ ചെയ്യും. അങ്ങനെ അതും സെലക്ട് ചെയ്ത് കഴിഞ്ഞ് താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ആ നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ അവിടെ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത ഫുൾ ഡീറ്റെയിൽസ് ഒന്നുകൂടെ കാണിക്കും. എന്തെങ്കിലും തെറ്റുണ്ടോ ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി. അത് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ താഴെയുള്ള കംപ്ലീറ്റ് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സാം ഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞ് കാണിക്കും. നിങ്ങൾക്ക് ഓൾറെഡി ഇമെയിലും വരും CFAയുടെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ എക്സാം ഷെഡ്യൂൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. സോ അത്രേ ഉള്ളൂ ഹോൾ പ്രോസസ്. നിങ്ങളുടെ കംപ്ലീറ്റ് രജിസ്ട്രേഷനും ഷെഡ്യൂളിങ്ങും എല്ലാം കഴിഞ്ഞ് ഇനി നിങ്ങൾ എക്സാം എഴുതാൻ പോയാൽ മാത്രം മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട്, കാൽക്കുലേറ്റർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അവസാനം ഒരു ഇമെയിൽ വരും ഞാൻ പറഞ്ഞല്ലോ. അതായത് എക്സാം ഷെഡ്യൂളിങ്ങും കൃത്യമായി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൺഫർമേഷൻ, അപ്പോയിന്റ്മെന്റ് കൺഫേം ആയി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഒരു ഇമെയിൽ വരും. ആ ഇമെയിലും ജസ്റ്റ് നിങ്ങളൊന്ന് സ്റ്റാർ ചെയ്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങളുടെ എക്സാം സെന്ററിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നോട് ചോദിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് അറിയാവുന്ന 1-2 പേരോട് അവർ ചോദിച്ചു. അത് കേരളത്തിന് വെളിയിലായിരുന്നു അവരുടെ എക്സാം സെന്റർ, അവരോട് അത് ചോദിച്ചിരുന്നു. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. നിങ്ങൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് തന്നെ വളരെയധികം നന്ദി. ഈ വീഡിയോ കുറച്ചെങ്കിലും ആളുകൾക്ക് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക. ഇനി വീണ്ടും CFA ആൻഡ് ഫൈനാൻസ് റിലേറ്റഡ് വീഡിയോസുമായി ഞാൻ വരുന്നത് വരെ ബൈ.